എന്റെ ലഞ്ച് ബോക്സ് കാണാനില്ല. വാട്ട്? അപ്പൊ ഇതൊരു ക്രൈം സീൻ ആണല്ലോ ബ്രോ. ഓവർ ആക്കാതെ. കൊലപാതകം എന്നല്ല പറഞ്ഞേ, ലഞ്ച് ബോക്സ് കാണാനില്ലെന്നാണ്. അതെന്തായാലും മോഷണം തന്നെയല്ലേ. നിന്ന് കൊണ അടിക്കാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറ. അളിയ സസ്പെക്ട് നമ്പർ 1 അത് ചിമ്പു ആയിരിക്കും. അവനെന്തിന് എന്റെ ടിഫിൻ? എടൈ, നമ്മുടെ ക്ലാസ്സിൽ ഫുഡെന്ന് കേട്ട് കഴിഞ്ഞാൽ ചാടി വീണത് അവൻ മാത്രമേ ഉള്ളൂ. ശരിയാണ്, പക്ഷെ അവനാണോ എടുത്തെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. ആ കിഴങ്ങ് തിന്നു കഴിഞ്ഞാൽ വാ പോലും നേരെ കഴുകൂല. അവന്റെ അടുത്ത് പോയാൽ തന്നെ അവൻ തിന്ന സാധനത്തിന്റെ നാറ്റമായിരിക്കും. ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നിന്റെ ലഞ്ച് ബോക്സ് എടുത്തത് അവനാണോന്ന് നമ്മൾ കണ്ടുപിടിക്കും. ബൈ ദ ബൈ, നിനക്ക് എന്തായിരുന്നു ഫുഡ്? നല്ല നെയ്മീൻ കറിയും ചോറും അവിയലും പിന്നെ സാമ്പാറും. നെയ്മീന്? അത് മതി, നീ വാ, നമുക്ക് ഇന്ന് അവനെ പൂട്ടാം. എന്റെ ലഞ്ച് ബോക്സ് അടിച്ചു മാറ്റിട്ട് കേറി കിടന്ന് ഉറങ്ങണം നോക്ക്, കള്ള പന്നി. നീ ഇവിടെ നിന്നോ, സൗണ്ട് ഉണ്ടാക്കണ്ട. ഞാൻ പോയി എന്റെ പണി തുടങ്ങട്ടെ. എന്തായി അളിയ? അവൻ തന്നെ എന്റെ ടിഫിൻ എടുത്തേ. നിന്റെ ടിഫിൻ അവയൊന്നും അല്ലടേ എടുത്തേ. അതെങ്ങനെ മനസ്സിലായി? അവ എന്തോ ചീഞ്ഞ മുട്ട സാധനമൊക്കെയാണ് തിന്നാളിയാ. അയ്യോ, അപ്പൊ ഇനി ആരായിരിക്കും? സസ്പെക്ട് നമ്പർ 2 അത് മോനു ആയിരിക്കും. അവ അതിന് ഫുഡൊക്കെ മോഷ്ടിക്കോ? എടാ മണ്ട, ജിമ്മി പോണോണ്ട് അവന് നിറയെ ഫുഡൊക്കെ തിന്നണ്ടേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ നിന്റെ ടിഫിൻ എടുത്തേ. അപ്പൊ എന്ത് ചെയ്യാനാണ് നിന്റെ അടുത്ത പ്ലാന്? എടാ മോനു, നീ അല്ലേടാ ഇവന്റെ ടിഫിൻ അടിച്ചു മാറ്റിയേ. ഇവന്റെ ടിഫിൻ എനിക്കെന്തിന്? നമുക്കെല്ലാം മനസ്സിലായി. മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇന്നിവിടെ ചോരപ്പുഴ ഒഴുകും. ചോരപ്പുഴ. ഞാൻ എടുത്തെന്ന് പറഞ്ഞില്ലേടാ നിന്റെ അടുത്ത്? അവനുമല്ല. അപ്പൊ ആരടാ എന്റെ ടിഫിൻ എടുത്തേ? സസ്പെക്ട് നമ്പർ 3. നിന്റെ അമ്മ അവിടെ പുറത്തു വന്നിട്ട് വിളിക്കണം, നിന്റെ അടുത്ത് അങ്ങോട്ട് പോവാൻ പറഞ്ഞു. എന്റെ അമ്മയാ? എന്തിന് അളിയ? ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് വല്ല ഉണ്ടാടേ? എനിക്കറിഞ്ഞൂടാ. പാരന്റ്സ് മീറ്റിംഗ് ഒന്നല്ല, നീ ടിഫിൻ എടുക്കാൻ മറന്നു കൊണ്ടുവന്നത്. ടിഫിനാ? സോറി അളിയ.